മെഹബൂബിന്റെ ബാപ്പക്ക് സ്ത്രീധനം കിട്ടിയതല്ല കേട്ടോ മോനെ. ഈ കേരളം പാറക്കൽ അബ്ദുള്ളനെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ലാന്ന്, ഷാഫി പറമ്പിൽ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ലാന്ന്. ഡോ എന്താണോ താൻ വിചാരിച്ചത്? ഉളുപ്പില്ലാതെ പ്രസംഗിക്കാണല്ലോ. അതേപോലെ തന്നെ പാറക്കലിനെയും സമ്മതിക്കില്ല എന്ന് കണ്ടോളണം. ഇവർ പുറത്തിറങ്ങുന്നത് എന്ന് തീരുമാനിച്ചാൽ ഇവർ പുറത്തിറങ്ങില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? പാറക്കലിനെയും ഷാഫി പറമ്പിലിനെയും, പാറക്കൽ എം എൽ എ ആണ്, പാറക്കൽ എം എൽ എ ആണ്, പാറക്കൽ അബ്ദുള്ള എം എൽ എ, ഷാഫി പറമ്പില് MP, ഈ രണ്ടാൾക്കാരും പുറത്തിറങ്ങാൻ സമ്മതിക്കില്ലാന്ന്. ആര്? DYFI. ഇവൻ ആര്? നമ്മുടെ മെഹബൂബ്, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി. ഇവന്റെ ബാപ്പക്ക് സ്ത്രീധനം കിട്ടിയതാണല്ലോ ഈ കേരളം. ഞങ്ങള് ഈ പ്രസ്ഥാനം ഈ പ്രസ്ഥാനം എന്തായിപ്പോയി? ഡിഫി CPM ഒക്കെ തീർന്നില്ലേ? ആകെ ഒരു കനത്തിൽ കെട്ടില്ലേ? ഉളുപ്പുമാനില്ലാതെ ഇവൻ പ്രസംഗിക്കുകയാണ്. ഞങ്ങളുടെ പ്രസ്ഥാനം ഈ മാതിരി പോലീസിന്റെ അതിക്രമങ്ങളൊക്കെ നേരിട്ടിട്ടാണ് ഇവിടെ എത്തിയെന്ന്. ഇതാ കുറച്ചുകൂടി കേൾക്കാൻ നിങ്ങൾക്ക് തമാശയാണ്. പശ്ചാത്തലത്തിൽ നായ കുറയ്ക്കുന്നുണ്ട് പശ്ചാത്തലത്തിൽ. ഞങ്ങളെ DYFI പ്രവർത്തനം ഇതിനകത്ത് ഇട്ടിട്ട് ശരിയാക്കി കളയാണ് നിങ്ങള്. ഞങ്ങൾ DYFI പ്രവർത്തകർ അങ്ങനെ പല തെണ്ടിത്തരങ്ങൾ ചെയ്യും. പക്ഷെ എങ്ങനെ നിങ്ങൾ പിടിക്കുക? നിങ്ങളെങ്ങനെ പിടിക്കുക? ഇവനെയൊക്കെ ഉണ്ടല്ലോ, കോഴിക്കോട്ടെ CPM ജില്ലാ സെക്രട്ടറി ആണെന്ന്. ഇവനോട് ചോദിക്കേണ്ടതേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണോ CPM കോഴിക്കോട് ജില്ലയിൽ നിന്ന് ആകെ എന്താ പറയാ ഒലിച്ചു പോയത് അല്ലേ? ഒരൊറ്റ സീറ്റല്ലേ കിട്ടിയത്? 13 ഒരൊറ്റ സീറ്റ് അല്ലേ? ഉളുപ്പുമാരില്ലാതെ ഉള്ള CPM കോട്ടകളിൽ മുഴുവൻ തോൽക്കില്ലേ? ഇവന്റെ മാതിരി സാധനങ്ങളല്ലേ ഉള്ളത്. ഞങ്ങള് പാറക്കൽ അബ്ദുള്ളിനെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല. ഞങ്ങള് ഷാഫി പറമ്പിൽ കേട്ടോ തൊടാൻ പറ്റിടും. നിങ്ങൾക്ക് പാറക്കൽ അബ്ദുള്ളിനെയും ഷാഫി പറമ്പിലെയും തൊടാൻ പറ്റിടും. മെഹബൂബെ പുറത്തിറങ്ങാൻ സമ്മതിക്കില്ല എന്ന് താനൊക്കെ എന്താ വിചാരിച്ചത്? താനൊക്കെ ഇതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. പോസ്റ്റ് അതെന്താണെന്നറിയോ? അല്ല എന്റെ പ്രസംഗത്തിന് കൊണ്ട് കേൾക്കാൻ പറ്റും. പോലീസ് കേസ് മുന്നോട്ട് പോകില്ലെന്ന് പറഞ്ഞ ഒരു പോലീസ്, നിങ്ങളുടെ പോലീസ്, ഈ പോലീസ് തന്നെയല്ലേ ഭരണം മാറുമ്പോ രണ്ട് ഒരു ഭാഗത്തുനിന്ന് മെഹബൂബിന്റെ പ്രസംഗം, മറ്റേ ഭാഗത്തുനിന്ന് നായിന്റെ കൊര. രണ്ടും നല്ല യോജിപ്പാണ് കേട്ടോ. എടോ ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കുകയാണ്. ഇവരുടെ വിചാരം എന്തോ വലിയ മഹത്വമാണെന്നാണ്. DYFIക്കാരുടെ വിചാരം ഇതെന്തോ ഞങ്ങളെന്തോ വലിയ ഈ മറ്റേ ജിതിൻ ഭാസ്കറിനെ അറസ്റ്റ് ചെയ്തതിലുള്ള കലിപ്പാണ്. ഉള്ള തെമ്മാടിത്തം ചെയ്തിട്ട് ഇവനെ അറസ്റ്റ് ചെയ്തപ്പോ ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് രക്ഷാപ്രവർത്തനം. അതാണ് ഈ പറയുന്ന മണുകുടാഞ്ചൻ സെക്രട്ടറി, CPM സെക്രട്ടറിയാണല്ലോ. എന്താ വ്യത്യാസം? ആധികാരികമായി പറയുന്നത് നിങ്ങൾ പറയും. ഞങ്ങളിങ്ങനെ മാർച്ച് നടത്തുന്നത് രാഷ്ട്രീയ പ്രേരിതമായി ഞങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഞങ്ങളുടെ DYFI സഖാക്കളെ കള്ളക്കേസിൽ കുടുക്കണമെന്ന ധാരണയോടുകൂടിയുള്ള പ്രവർത്തനം നടത്തിയത് കൊണ്ടാണ് ഞങ്ങൾ ഈ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുന്നത്. ഞങ്ങളെ പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുന്നത് ഞങ്ങളുടെ സഖാക്കളെ കള്ളക്കേസിൽപ്പെടുത്തി. എന്ത് കള്ളക്കേസ്? ഇനി ഏറ്റവും വലിയ രസം എന്താ അറിയോ? ഇത് തെളിഞ്ഞെന്ന് വിചാരിക്കുക. അതായത് ഫോറൻസിക് പരിശോധനയ്ക്ക് വന്ന് ഈ പറയുന്ന ജിതിൻ ഭാസ്കർ ആണ് ഇത് ഉണ്ടാക്കിയെന്ന് തെളിഞ്ഞാലും ഇറ്റിങ്ങൾ പിന്നെയും നടക്കും. നമുക്കറിയില്ലേ ഈ കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞ കോപ്പനെ കേട്ടില്ലേ നിങ്ങൾ? കുഞ്ഞനന്ദൻ TP ചന്ദ്രശേഖരനെ കൊന്ന കേസിൽ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചതാണ് കുഞ്ഞനന്ദനെ. ഈ കുഞ്ഞനന്ദട്ടാന്ന് വിളിച്ചാണ്ട് കെട്ടിപ്പിടിച്ച ഒരു ടീമുണ്ട് ഇവിടെ, ഒരു മുൻ ആരോഗ്യമന്ത്രി. എന്നിട്ട് കുഞ്ഞനന്ദൻ തെറ്റൊന്നും ചെയ്തിട്ടാണ് ഇവർ ഇപ്പോഴും പറയുന്നത്. അത് കോടതി ശിക്ഷിച്ചാലും ഇവർക്ക് ഇവര് സമ്മതിക്കില്ല. പിന്നെ അവരോട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ?
ഇതിപ്പോ ചെന്നിത്തലയുടെ പോലീസ് റിബേഷ് രാമകൃഷ്ണനും ഈ ജിതിൻ ഭാസ്കർ ഒക്കെ ഏറ്റവും വലിയ ഇത്തരത്തിലുള്ള കുറ്റകൃത്യം ക്രൈം ചെയ്തവരാണ് എന്ന് തെളിഞ്ഞാലും കോടതി ശിക്ഷിച്ചാലും ഇറ്റിങ്ങൾ പിന്നെയും സിന്ദാബാദ് പിടിച്ചു നടക്കും. ഈ കഴുകിയാൻ നന്നാത്ത സാധനമാണ് ഇവരൊക്കെ. ഈ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ ഇത് ഒതുങ്ങില്ല. ഇത് ഒതുങ്ങില്ല. ഒതുങ്ങുമെന്ന് കരുതുന്നില്ല. ഞങ്ങൾ ഇനിയും ശക്തമായ സമരവുമായി ഞങ്ങൾ മുന്നോട്ട് പോകും. ഇത് പോലീസ് സ്റ്റേഷൻ മാർച്ചിലൊന്നും ഒതുങ്ങൂല കേട്ടോ. ഇവര് വലിയ സമിതിയായിട്ട് മുന്നോട്ട് പോകാൻ പോവുകയാണ്. പക്ഷെ ഞങ്ങളുടെ നീതി, ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന സത്യം, ആ സത്യത്തെ തിരിച്ചറിയാൻ ഈ നാട് തയ്യാറാകുന്നില്ലെങ്കിൽ കണ്ണടച്ചിരുട്ടാക്കി മുന്നോട്ട് പോകാൻ ഷാഫിയെയും അതേപോലെ തന്നെ പാലക്കലിനെയും സമ്മതിക്കില്ല എന്ന് കണ്ടോളണം. ഇവർ പുറത്തിറങ്ങുന്നെന്ന് ഞങ്ങൾ തീരുമാനിച്ചാൽ ഇവർ പുറത്തിറങ്ങില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കയ്യടി അന്തംഗമ്മികൾ കയ്യടിക്കാണ്. ഞങ്ങൾ തീരുമാനിച്ചാൽ പാറക്കൽ അബ്ദുള്ള പുറത്തിറങ്ങൂല, ഞങ്ങൾ തീരുമാനിച്ചാൽ ഷാഫി പറമ്പിൽ പുറത്തിറങ്ങൂല. എന്നാളൊന്ന് തീരുമാനിക്കടോ. നിങ്ങൾ തീരുമാനിച്ചാലേ അങ്ങോട്ട് ഇവരെ രണ്ടാളെയും പുറത്തിറങ്ങൂല എന്ന് കാണാലോ. ആരാണ് പുറത്തിറങ്ങാതിരിക്കാമെന്ന് കാണാലോ. ഇഷ്ടികയായിട്ട് പണ്ട് സമരം ചെയ്യാൻ പോയ ആൾക്കാരല്ലേ അല്ലേ? വീണനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടികയായി പോയ ഇഷ്ടിക സഖാക്കളല്ലേ? കൊണ്ടുവരി നിങ്ങൾ ഇഷ്ടികയും കൊണ്ട് വരി കേട്ടോ. ഇഷ്ടികയും കൊണ്ട് വരി. അപ്പോ അറിയാം നിങ്ങൾക്ക് കേട്ടോ. എന്തുകൊണ്ടാണ് CPM എന്ന് പറയുന്ന പാർട്ടി തോറ്റുപോയത് എന്നുള്ളതിൽ ഇതിലും വലിയ തെളിവുണ്ടോ? ഇമാതിരി മുതലുകള് ഓരോ ജില്ലാ സെക്രട്ടറി വെക്കണം കേട്ടോ. എല്ലാ ജില്ലാ സെക്രട്ടറി കണ്ണൂരിൽ KK രാഗേഷ് മാറ്റരുത്. നിങ്ങൾ KK രാഗേഷ് തന്നെ വേണം. ഇയാൾ എന്നിട്ട് ഇങ്ങനെ പറയണം, അതായത് കുഞ്ഞികൃഷ്ണൻ കള്ളനാണ്, ഞങ്ങൾ കക്കും, ഞങ്ങൾ മുക്കും, ഞങ്ങൾ നക്കും, ആരും ചോദിക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്ന രാഗേഷ് നിങ്ങൾ അവിടെ തന്നെ വെക്കണം. ഒരു നടപടി എടുക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് മൂപ്പര് എന്താ പറയാ, ബഹുജനമല്ല പൊതുജനം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതേപോലെ ഒരു മുതലാണ് ഈ മുതല്. ഏത്? മെഹബൂബ്. ഇവനാ പറയുന്നത് ഞങ്ങൾ പുറത്തിറക്കൂല. ആരെ? ജഡോ ഷാഫി പറമ്പിലിന്റെ ഇവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്താടോ. അല്ല നിന്റെ ഞാൻ പറയുന്നില്ല ബാക്കി കേട്ടാ. ഇറക്കൂലല്ലോ, പുറത്തിറക്കൂലല്ലോ. ഇത് ഏത് കാലത്ത് ഏത് ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്? ഉളുപ്പില്ലേ നിങ്ങൾക്ക്? ഇവൻ അതുകൊണ്ട് കാര്യം ഉണ്ടാവുമായിരിക്കും. ഇത് കയ്യടിക്കുന്ന കുറെ കഴുതകളുണ്ടല്ലോ. ഞങ്ങൾ പുറത്തിറക്കൂല. ഇന്നത്തെ മാതൃഭൂമിയില് ഇത് സംബന്ധിച്ച് ഇവന്റെ പ്രസംഗം സംബന്ധിച്ചുള്ള ഒരു വാർത്ത ഉണ്ട്. ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവന കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ CPM ആണെന്ന തുറന്നു പറച്ചിൽ UDF പറയാണ്. ഇപ്പം വ്യക്തമായില്ലേ? അതായത് കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ DYFI ആണെന്നുള്ളത് ഇപ്പൊ ഉറപ്പായി. അതുകൊണ്ടാണല്ലോ ഇങ്ങനെ വെകിളി പിടിച്ചു കണ്ട് ഇമാതിരി പ്രതികരിക്കുന്നത്. കൂട്ടത്തിലുള്ളവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പിടി വീഴുന്ന് മനസ്സിലാക്കിയപ്പോ ഇറങ്ങിയതാണ് പോലീസ് സ്റ്റേഷൻ മാർച്ച്. പോലീസ് സ്റ്റേഷനിൽ അക്രമികളെ പിടിച്ചുകൊണ്ടുവരുന്ന പാർട്ടിയല്ലേ? പോലീസുകാർക്ക് നേരെ സ്റ്റീൽ ബോംബ് എറിയുന്ന പാർട്ടികളല്ലേ? അല്ലേ? ഇതും ചെയ്യും, ഇതിന്റെ അങ്ങേപ്പുറം ചെയ്യും. ഈ വാർത്ത എന്താണെന്നറിയോ? ഷാഫി പറമ്പിൽ MP-യെയും പാറക്കൽ അബ്ദുള്ള MLA-യെയും തെരുവിലിറക്കില്ലെന്നോ CPM ജില്ലാ സെക്രട്ടറിയുടെ പ്രസ്താവനയല്ല ഇയാളെ പോലീസ് സ്റ്റേഷൻ മാർച്ച് പറഞ്ഞത്. കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ CPM-ന്റെ ഉന്നത നേതൃത്വവും ജില്ലാ കമ്മിറ്റിയുമാണെന്നുള്ള പരസ്യമായ തുറന്നു പറച്ചിലാണെന്ന് UDF ജില്ലാ കൺവീനർ അഹമ്മദ് പുന്നക്കൽ കുറ്റപ്പെടുത്തി. ഇതിൽ നിന്ന് തെളിയുന്നു കാഫിർ സ്ക്രീൻഷോട്ടിന് പിന്നിൽ ഇവൻ ഉൾപ്പെടെ ഇവന്റെയൊക്കെ അറിവോടെയാണ്, ജില്ലാ കമ്മിറ്റിയുടെ അറിവോടെ തന്നെയാണ് ഇതൊക്കെ ചെയ്തത് എന്ന് UDF കുറ്റപ്പെടുത്തുകയാണ്. കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച് സമൂഹത്തിൽ വർഗീയ ധ്രുവീകരണവും കലാപങ്ങളും ഉണ്ടാക്കാനുള്ള ശ്രമങ്ങളെ കുറിച്ച് പോലീസ് നടത്തുന്ന ഗൗരവമേറിയ അന്വേഷണത്തെ തകിടം മറിക്കാൻ CPM നടത്തുന്ന സമരങ്ങൾ പരിഹാസ്യവും മതേതര സമൂഹത്തോടുള്ള വെല്ലുവിളിയുമാണ് എന്ന് UDF പറയുന്നു. തങ്ങൾ പ്രതികളായിട്ടുള്ള കേസുകൾ അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വിരമിച്ചാലും മനസ്സമാധാനം ഉണ്ടാവില്ലെന്നുള്ള ജില്ലാ സെക്രട്ടറിയുടെ ആക്രോശം അധോലോക സ്വരവും രാജ്യദ്രോഹപരവുമാണ്. അതും പറഞ്ഞിരുന്നവൻ ഇത് അന്വേഷിക്കുന്ന പോലീസുകാരൊന്നും മര്യാദയ്ക്ക് റിട്ടയർ ചെയ്യില്ലാന്ന് എന്ന് പറഞ്ഞാൽ ഇവന്റെ ഒക്കെ ഇത് അന്വേഷിക്കുന്ന പോലീസുകാരെ ഞങ്ങൾ വെറുതെ വിടില്ലാന്ന് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇനിയും തമ്മാടിത്തം കളിക്കണം. പോലീസുകാരെ ഇടപെടാൻ പാടില്ല. ഞങ്ങൾ തമ്മാടിത്തം കളിക്കുന്നതാണ് ഇവ പറയുന്നത് കേട്ടോ. ഇവനെയൊക്കെയാണ് പിടിച്ച് അകത്തിടേണ്ടത് കേട്ടോ. ശരിക്കും ചെന്നിത്തലയുടെ പോലീസേ ഈ തൂഫാൻ പരിപാടിക്കിടയിൽ ഇമാതിരി തൂഫാനുകളെയും തൂക്കുക തന്നെ വേണം കേട്ടോ. എന്നാൽ തന്നെ നാട് നന്നാവുള്ളൂ. അദ്ദേഹത്തിന്റെ പേരിൽ രാജ്യദ്രോഹ കുറ്റത്തിന് കേസെടുക്കണം പറയുന്നുണ്ട്. UDF പറയുന്നുണ്ട് ഇയാൾക്കെതിരെ, ഈ മെഹബൂബിനെതിരെ
രാജ്യദ്രോഹ കുറ്റത്തിനാണ് കേസെടുക്കേണ്ടത് എന്ന് പറഞ്ഞാൽ പോലീസിന്റെ അന്വേഷണത്തെ തടയുകയില്ലേ ഇയാള്? പോലീസ് അന്വേഷണം നടത്തുമ്പോൾ പോലീസ് കുറ്റവാളികളെ പിടിക്കുമ്പോൾ അമ്മാതിരി പോലീസുകാരൊക്കെ ഞങ്ങള് ശരിയാക്കുന്നു. ഞങ്ങൾ പോലീസുകാരെ ശരിയാക്കും, ഞങ്ങൾ MP നെ പുറത്തിറക്കൂല, ഞങ്ങൾ MLA നെ പുറത്തിറക്കൂല, ഞങ്ങൾ പോലീസുകാരെ ഞങ്ങൾ പഠിപ്പിക്കുന്ന പറയുന്നു. പോരെ. കനത്ത പരാജയം ഏറ്റുവാങ്ങി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട CPM നേതാക്കൾക്ക് സ്വന്തം വീട്ടുകാരെ പോലും അഭിമുഖീകരിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. ജനപിന്തുണയുള്ള UDF നേതാക്കളെ റോഡിൽ ഇറക്കില്ലെന്ന CPM നേതാവിന്റെ പ്രസ്താവനയെ ജനങ്ങൾ പുച്ഛത്തോടെയാണ് കാണുന്നത്, കൺവീനർ അഭിപ്രായപ്പെട്ടു. നമ്മുടെ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം കേട്ടോ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ FB പോസ്റ്റാണ്, ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഷാഫിയും പാറക്കലും പുറത്തിറങ്ങി നടക്കണോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്ന് CPM. എങ്കിൽ പെട്ടെന്ന് ആ തീരുമാനം എടുത്തോളി. കുരുപ്പുകളെ നിങ്ങൾ പെട്ടെന്ന് തീരുമാനം എടുത്തോളി. നിങ്ങൾ വൈകിക്കേണ്ട, അപ്പം തന്നെ തീരുമാനം എടുക്കുക, ഞങ്ങൾ പുറത്തിറക്കൂലെന്ന്. അവര് രണ്ടും പുറത്ത് തന്നെയാണ്. ഈ രണ്ടാൾക്കാരെ, അതായത് ഷാഫി പറമ്പിലും പാറക്കൽ അബ്ദുള്ളയും ഇപ്പോഴും പുറത്ത് തന്നെയാണ്. നിങ്ങളുടെ ഈ ഭീഷണി കേട്ടിട്ട് ഓരോ അകത്ത് പോയിട്ടില്ല, ഒരു പുറത്ത് തന്നെയാണ്. അവര് പുറത്തു തന്നെയാണ്, ജനങ്ങൾക്കൊപ്പം. CPM കുറെ ഞൊട്ടും എന്നാ പറയുന്നത്. CPM കുറെ ഞൊട്ടും, അതേ എനിക്ക് പറയാനുള്ളൂ കേട്ടോ. എന്റെ CPM കുരുപ്പുകളെ, നിങ്ങൾ കുറെ ഞൊട്ടും കേട്ടോ. എന്താ ചെയ്യല്ലേ? കഷ്ടം തോന്നുകയാണ് നിങ്ങളോട്, കഷ്ടം തോന്നുകയാണ്. എനിക്കിപ്പോഴും ഈ കയ്യടിച്ച കുറെ കഴുതകളുണ്ടല്ലോ. മെഹബൂബിനെ വിട്ടു. അത് കഴിയാൻ തന്നാത്ത സാധനമാണ് മെഹബൂബ്, രാകേഷിന്റെ വൈരി. പക്ഷെ കയ്യടിച്ച മെഹബൂബ് പ്രസംഗിക്കുമ്പോൾ കയ്യടിച്ച ഈ കഴുതകള്, ഇഷ്ടിക സഖാക്കള്, പണ്ട് മൈദ സഖാക്കൾ എന്നേ പറയില്ല, മൈദ സഖാക്കള്, പോസ്റ്റർ ഒട്ടിക്കാൻ പോകുന്ന മൈദ സഖാക്കൾ. ഇപ്പൊ പോസ്റ്റർ ഒട്ടിക്കലൊക്കെ പരിപാടി നിർത്തിയപ്പോ ഇപ്പൊ ഇഷ്ടിക എയറാണ്, ഇഷ്ടിക കൊണ്ടുള്ള ആക്രമണം. 29 അവിടെ ഉണ്ടാകുന്നുണ്ട്. ഇനിയും പോകാം നിങ്ങൾക്ക്. ഏതായാലും 29-ാം തീയതി വീണ വീട് ED ഓഫീസിലേക്ക് പോകും. മിക്കവാറും അതിന്റെ പിന്നാലെ കാരണഭൂതം പോകും. അപ്പൊ EDന്റെ ഓഫീസിലേക്ക് ഇഷ്ടികയുമായി നിങ്ങൾക്ക് പോകാം. മെഹബൂബ് നേതൃത്വം കൊടുക്കണം കേട്ടോ. നമ്മുടെ കോഴിക്കോട്ടെ CPMന്റെ ജില്ലാ സെക്രട്ടറി, കോഴിക്കോടിന്റെ CPMന്റെ ജില്ലാ സെക്രട്ടറിയാണ് മെഹബൂബ്. ആരാണ്? മെഹബൂബ്. നമ്മൾ ഇതുവരെ കരുതി എന്താണെന്നറിയോ? ഈ പെട്ടിതൂക്കി ഉണ്ടല്ലോ, കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് എന്ന് പറയുന്ന നക്കിത്തീനി, പിണറായിന്റെ പെട്ടിതൂക്കി, ഇവനാണ് ഏറ്റവും വലിയ പൊട്ടനും, ഇവനാണ് ഏറ്റവും വലിയ വർഗീയ വിഷം എന്നൊക്കെയാണ് നമ്മൾ ഇതുവരെ കരുതിയത്. അല്ലാണേ. കോഴിക്കോട്ടെ മെഹബൂബ് കാക്കാന്റെ ഒരു പ്രസംഗം അത് നിങ്ങൾ കേൾക്കണം കേട്ടോ. മെഹബൂബ് കാക്ക, അതായത് DYFIക്കാര് ഭയങ്കര പ്രശ്നത്തിലേ, ഇവരാണ് ഇതിന്റെ പിന്നിൽ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ ഇവരിപ്പം അയ്യോ പോലീസ് അതിക്രമം അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ചെന്നിത്തലയുടെ പോലീസ് വേട്ടയാടുന്നു. എന്താ വേട്ട? ഞങ്ങളെയൊക്കെ പിടിക്കുന്നു. നിങ്ങൾ എന്തിനാ പിടിക്കണത്? അല്ല, ഞങ്ങൾ ഇത് ഉണ്ടാക്കിയ പിടിക്കണ്ടേ? പിടിക്കാൻ പറ്റില്ല. ഞങ്ങളെ പിടിക്കാൻ പറ്റില്ല. ഞങ്ങൾ പലതും ചെയ്യും. ഞങ്ങൾ ഈ യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലമണ്ട അടിച്ചു പൊട്ടിക്കും. ഞങ്ങൾ കണ്ടില്ലേ, കണ്ണൂരിലൊക്കെ ഞങ്ങൾ ചെടിച്ചട്ടി കൊണ്ട് ഹെൽമെറ്റ് കൊണ്ടൊക്കെ അടിച്ചു പൊട്ടിച്ചില്ലേ? എന്നിട്ടെന്താ, ഒന്നും സംഭവിച്ചില്ലല്ലോ. എടോ, അന്ന് കാരണഭൂതമായിരുന്നു. കാരണഭൂതം പോയി. ഇതറിയില്ലേ? കാരണഭൂതം പോയി. ഇപ്പം VD സതീശൻ അധികാരം വെച്ച് അതറിയില്ലേ? ഇവരെ വിചാരം എന്താ അറിയോ? ഈ അന്തകമ്മികളുടെ വിചാരം ഇപ്പോഴും കാരണഭൂതമാണെന്നാണ്. കാരണഭൂതത്തിന്റെ കാലത്ത് ഇവർക്ക് എന്ത് തോന്നിയാസം കളിക്കാലോ. കാരണഭൂതത്തിന്റെ കാലത്ത് ഇവർക്ക് എന്ത് തോന്നിയാസം കളിക്കാം, ഒരു കാരണഭൂതം രക്ഷിക്കും. അതാണല്ലോ കരിങ്കോടി വീശിയ യൂത്ത് കോൺഗ്രസ്സുകാരുടെ തലമണ്ട ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും അടിച്ചു പൊട്ടിച്ചിട്ട് കാരണഭൂതം പറയാണല്ലോ. നമ്മളെ കുട്ടികളും തുടർന്ന് ഒരു രക്ഷാപ്രവർത്തനം നടത്തിയതാണ് അല്ലേ? ഓരോ തലമണ്ട അടിച്ച് പൊട്ടിച്ചില്ലെങ്കിൽ ഇറ്റികൾ ബസ്സിന്റെ മുന്നിലേക്ക് ചാടൂലായിരുന്നോ? ഓരോ ജീവൻ രക്ഷിച്ചതാണ്. തലയിലെ പോയിട്ടുള്ളൂ, തലവണ്ടിയല്ല പൊട്ടിയിട്ടുള്ളൂ, വേറെ ഒട്ടിയും പൊട്ടിയിട്ടില്ല എന്നാണ് കാരണബോധം ചോദിച്ചത്. ഉമ്മാതി മുതലാണ്. അവസാനം കാരണബോധത്തിന് പണി കൊടുത്തില്ലേ? കാരണബോധത്തിന് ഇവിടുത്തെ ജനങ്ങൾ തന്നെ പണി കൊടുത്തു. പക്ഷേ ഡിഫിക്കാർക്ക് ഇപ്പോഴും ബോധം വന്നിട്ടില്ല. ഈ മെഹബൂബ് കാക്കാന്റെ പ്രസംഗം ഉണ്ടല്ലോ, അതേപോലെ തന്നെ പാലക്കലിനെയും സമ്മതിക്കില്ല എന്ന് കണ്ടോളണം. ഇവർ പുറത്തിറങ്ങുന്നത് എന്ന് തീരുമാനിച്ചാൽ ഇവർ പുറത്തിറങ്ങില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. മനസ്സിലായില്ലേ? പാറക്കലിനെയും ഷാഫി പറമ്പിലിനെയും, പാറക്കൽ MLA ആണ്, പാറക്കൽ അബ്ദുള്ള MLA, ഷാഫി പറമ്പില് MP, ഈ രണ്ടാൾക്കാരും പുറത്തിറങ്ങാൻ സമ്മതിക്കില്ലാന്ന്. ആര്? DYFI. ഇവൻ ആര്? നമ്മുടെ മെഹബൂബ്, കോഴിക്കോട് ജില്ലാ സെക്രട്ടറി. ഇവന്റെ പാപ്പക്ക് സ്ത്രീധനം കിട്ടിയതാണല്ലോ. ഈ എല്ലാവരും നമസ്കാരം.
വാർത്താവിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. കാഫിർ സ്ക്രീൻഷോട്ടിൻ്റെ അന്വേഷണം ഏറ്റവും അന്തിമമായ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാണ് SIT നൽകുന്ന സൂചന. അതായത് കാഫിർ സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് ജിതിൻ ഭാസ്കർ എന്ന് പറയുന്ന DYFIയുടെ നേതാവാണ് എന്നുള്ള സൂചനയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കറിയാലോ, അതായത് ജിതിൻ ഭാസ്കറിനെ SIT കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് അയാളെ റിമാൻഡ് ചെയ്തു കേട്ടോ. നേരത്തെ LDF സർക്കാർ ഭരിക്കുമ്പോൾ റിബേഷ് രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു DYFI നേതാവിൽ പോയി ഇങ്ങോട്ട് നിന്നുപോയതായിരുന്നു. എന്ന് പറഞ്ഞാൽ ഇത് അപ്ലോഡ് ചെയ്തത് റിബേഷ് രാമകൃഷ്ണൻ അഡ്മിനായ വാട്സപ്പ് കൂട്ടായ്മയിലാണ് ഈ കാഫിർ സ്ക്രീൻഷോട്ട് അപ്ലോഡ് ചെയ്തത്. അത് എവിടെ നിന്ന് കിട്ടി എന്ന് റിബേഷ് പറഞ്ഞില്ല. അതാണ് ഏറ്റവും വലിയ രസം. പോലീസ് എടാ മോനെ പറയടാ മോനെ ഇത് എവിടുന്ന് കിട്ടിയടാ കുട്ടാ എന്തൊക്കെയാണ് പിണറായിയുടെ പോലീസ്. കാരണം DYFI നേതാവാണല്ലോ. DYFIയുടെ ഇയാൾ അവിടുത്തെ ബ്ലോക്ക് സെക്രട്ടറി ആണ് ഈ റിബേഷ് രാമകൃഷ്ണൻ. അപ്പൊ കഴിഞ്ഞ തവണ ഈ 2 വർഷം കാഫിർ സ്ക്രീൻഷോട്ട് അന്വേഷിച്ച പിണറായി വിജയന്റെ പോലീസ് റിബേഷ് രാമകൃഷ്ണനെ ഇങ്ങനെ തലോടി ചോദിച്ചു, മോനെ കുട്ടാ ഇത് എവിടുന്നാടാ കിട്ടിയത് നിനക്ക്, നീ അല്ലേ ഇത് അപ്ലോഡ് ചെയ്തത്? അപ്പൊ റിബേഷ് രാമകൃഷ്ണൻ പറഞ്ഞു, ഞാനാണ് അപ്ലോഡ് ചെയ്തത്. കാരണം അല്ലാതെ നിവൃത്തിയില്ലല്ലോ. കാരണം റിബേഷ് രാമകൃഷ്ണന്റെ വാട്സപ്പ് കൂട്ടായ്മയിലാണ് ഇത് എന്ത് ചെയ്തത്, ഇത് ആദ്യമായിട്ട് വന്നത്. അപ്പം ഇത് എവിടുന്നാടാ നിനക്ക് കിട്ടിയത്? റിബേഷ് പറഞ്ഞില്ല. പറയടാ മോനെ ഇത് എവിടുന്നാടാ കിട്ടിയത്, നീ ആണോ ഉണ്ടാക്കിയത്? റിബേഷ് മിണ്ടുന്നില്ല. അപ്പം നമ്മളെ പിണറായിന്റെ പോലീസ് എന്ത് ചെയ്തെന്ന് അറിയോ? കോടതിക്ക് പോയി കണ്ട് പറഞ്ഞു, ഞങ്ങൾ ഇത് അവസാനിപ്പിച്ചു. കാരണം റിബേഷ് രാമകൃഷ്ണനാണ് ഇത് ഏറ്റവും ആദ്യം അപ്ലോഡ് ചെയ്തത്. പക്ഷേ ഇത് ആരുണ്ടാക്കിയെന്ന് മൂപ്പർക്ക് അറിയില്ല, എവിടുന്ന് കിട്ടിയെന്ന് മൂപ്പർക്ക് അറിയില്ല. മൂപ്പർക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ CPM ഭരിക്കുന്ന കാലത്ത് DYFIക്കാരുടെ ഒക്കെ തോന്നിയാസം. കേസൊക്കെ അവസാനിപ്പിച്ചു, കുത്തിക്കെട്ടി. കാഫിർ സ്ക്രീൻഷോട്ടിന്റെ കഥ എന്താണെന്ന് അറിയാത്ത ആൾക്കാരൊന്നും ഇല്ലല്ലോ അല്ലെ. വടകരയില് ഷാഫി പറമ്പിലിനെ വർഗീയവാദിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ഷാഫി പറമ്പിൽ എന്ന മതേതരവാദിയായ യൂത്ത് കോൺഗ്രസിന്റെ കരുത്തനായ നേതാവിനെ വർഗീയവാദിയാക്കാൻ വേണ്ടിയിട്ട് ടീച്ചറമ്മയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ നടത്തിയ ഏറ്റവും വലിയ ഗൂഢാലോചന CPM ഇങ്ങനെ പല തെണ്ടിത്തരങ്ങളും പണ്ട് ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മുടെ TP ചന്ദ്രശേഖരനെ കൊന്നു കഴിഞ്ഞിട്ട് ആ അക്രമികൾ വന്ന കാറിന്റെ പിന്നിൽ മാഷാ അള്ളാ എന്നുള്ള സ്റ്റിക്കർ ഒട്ടിച്ച് കണ്ട് അവിടെ വെച്ചു. കാരണം പോലീസ് അന്വേഷിച്ച് വരുമ്പോൾ ഇത് ചെയ്തത് ഇസ്ലാമിക തീവ്രവാദികളാണ് എന്ന് കരുതണം. ഫസലിനെ കൊന്നിട്ട് രക്തം പുരണ്ട തൂവാലെടുത്ത് കണ്ട് അമ്പലത്തിന്റെ മുന്നിൽ കൊണ്ട് വെച്ചു. ഇത് കൊന്നത് RSSകാരാണെന്ന് കരുതണം. ഇമാതിരി ടീമാണ്. അപ്പൊ ഇവരാണ് ലോക്സഭാ ഇലക്ഷന്റെ തലേന്ന് ടീച്ചർ അമ്മയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ആരും ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്യരുത്, അയാൾ തനി വർഗീയവാദിയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഒരു യൂത്ത് ലീഗുകാരൻ ചെയ്തു എന്ന പോലെ യൂത്ത് ലീഗുകാരനാണ് ഇത് ക്രിയേറ്റ് ചെയ്തത് എന്ന രീതിയിൽ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടാക്കി. ആ സ്ക്രീൻഷോട്ട് പറയുന്നത് ഷാഫി പറമ്പിൽ എന്ന ദീനിയായ ചെറുപ്പക്കാരൻ നിങ്ങൾ വോട്ട് ചെയ്യണം, കാഫിർ ഈ ടീച്ചറമ്മ എന്ന് പറയുന്നത് കാഫിറാണ്, കാഫിറിന് വോട്ട് ചെയ്യരുത്. ഇതാണ് ഇതിന്റെ ഉള്ളടക്കം. എന്നിട്ട് ഇത് മുഴുവൻ ഇവരെ പ്രചരിപ്പിച്ചു. ഇവരാണ് പ്രചരിപ്പിച്ചത്. KK ലതിക പോലും, മോനമാഷെ ഭാര്യയായ KK ലതിക പോലും ഇത് പ്രചരിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ആ പ്രചരിപ്പിച്ചതിന്റെ അടിയിൽ എന്താ കൊടുത്തത്? വർഗീയവാദികളായ ഈ ഷാഫി പറമ്പിലിന് വോട്ട് ചെയ്യരുത്, വർഗീയവാദികളായ ഇവര് തനി ഇവരുടെ വർഗീയത കണ്ടില്ലേ, അതുകൊണ്ട് ടീച്ചറമ്മക്ക് വോട്ട് ചെയ്യണം. അങ്ങനെ ടീച്ചറമ്മയെ ജയിപ്പിക്കാൻ വേണ്ടിയിട്ട് നാട്ടിൽ കലാപം ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം അല്ലേ, അതിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഈ കാഫിർ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയത്. ഇതാണ് അന്വേഷിച്ച് ചെന്നപ്പോൾ അവസാനം ഈ മറ്റേ ലീഗുകാരൻ കാസിം എന്ന പേരായ യൂത്ത് ലീഗുകാരന്റെ തലയിലായിരുന്നു കെട്ടിവെച്ചത്. ഇയാൾക്കെതിരെയാണ് പോലീസിൽ എന്നിട്ട് പോയി കംപ്ലൈന്റ് കൊടുത്തു. ഇയാളാണിത് ഉണ്ടാക്കിയെന്ന്. കാസിം എന്ത് ചെയ്തു അറിയോ? കാസിം തന്റെ ഫോണ് പോലീസ് സ്റ്റേഷനിലാണ്ട് കൊടുത്തു, പോലീസുകാർ കൊടുത്തു, നിങ്ങളൊന്ന് അന്വേഷിക്കുക, ഞാനല്ല ഇത് ഉണ്ടാക്കിയത്, ആക്കിയതാണെങ്കിൽ ഞാനല്ല അപ്ലോഡ് ചെയ്തത്, ഞാനല്ല ഉണ്ടാക്കിയത്, നിങ്ങൾ പരിശോധിച്ചോളി. പോലീസുകാർ പരിശോധിച്ചപ്പോ ഇയാളല്ല, എന്തായാലും ഇയാൾ നിരപരാധിയാണ് പോലീസിന് മനസ്സിലായി. പിന്നെ പാരാണ്, പിന്നെ ഇത് അപ്ലോഡ് ചെയ്തത് മുഴുവനും CPMകാരാണ്. ഇത് അപ്ലോഡ് ചെയ്തതും പ്രചരിപ്പിച്ചതും മുഴുവൻ CPMകാരാണ്. അങ്ങനെ അന്വേഷിച്ച് അങ്ങനെ റെഡ് ബറ്റാലിയൻ, റെഡ് എൻകൗണ്ടേഴ്സ്, നമ്മുടെ ഇമാതിരി കുറെ അലമ്പ് വാട്സപ്പ് കൂട്ടായ്മകളുണ്ടല്ലോ. അവസാനമാണ് ഈ റെഡ് ബറ്റാലിയന്റെ ആളായ റിബേഷ് രാമകൃഷ്ണനിലേക്ക് എത്തിയത്. അപ്പൊ റിബേഷ് രാമകൃഷ്ണനാണ് ഇത് ആദ്യമായിട്ട് അപ്ലോഡ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഗ്രൂപ്പിലേക്ക് അങ്ങനെ എല്ലാവരും ഇങ്ങനെ അപ്ലോഡ് ചെയ്തു, പ്രചരിപ്പിച്ചു.
അങ്ങനെയാണ് റിബേഷിനോട് പോലീസ് ചോദിക്കുന്നത്, മോനെ ഇത് എവിടുന്ന് കിട്ടി? അപ്പോഴാണ് മൂപ്പര് മിണ്ടാത്തത്. അങ്ങനെ കേസ് അവസാനിപ്പിച്ചു. അപ്പോഴാണ് പാറക്കൽ അബ്ദുള്ള ഇപ്രാവശ്യം രമേശ് ചെന്നിത്തലയ്ക്ക് പ്രത്യേക നിവേദനം കൊടുത്തു, ഈ കേസ് ഒന്ന് റീഓപ്പൺ ചെയ്യണം, ഈ കേസ് ഒരു പുനരന്വേഷണം നടത്തണം. അങ്ങനെയാണ് SIT രൂപീകരിച്ച് SIT 2.5 ആഴ്ച കൊണ്ട് അടുത്ത ആളെ പിടിച്ചു. ആരെ പിടിച്ചു? ജിതിൻ ഭാസ്കറിനെ. ജിതിൻ ഭാസ്കർ ആണ്, അതായത് റിബേഷ് രാമകൃഷ്ണന് കിട്ടിയത് ജിതിൻ ഭാസ്കറിന്റെ അടുത്ത് നിന്നാണ്. അപ്പം ഈ പിണറായി പോലീസ് ചോദിച്ചിട്ട് മറുപടി പറയാത്ത റിബേഷ് രാമകൃഷ്ണൻ ചെന്നിത്തലയുടെ പോലീസ് അന്വേഷിച്ചപ്പം മറുപടി പറഞ്ഞു. കാരണം തട്ടി കേടാവുമെന്ന് മനസ്സിലാക്കിയപ്പം മൂപ്പര് പറഞ്ഞു, എനിക്കിത് കിട്ടിയത് എവിടുന്നാണ്? ജിതിൻ ഭാസ്കറിന്റെ ഗ്രൂപ്പിൽ നിന്നാണ്. പോലീസ് ജിതിൻ ഭാസ്കറിനെ പിടിച്ചപ്പോ ജിതിൻ ഭാസ്കർ ഇത് മൂപ്പരുടെ എന്താ പറയാ ടെലഗ്രാം ആപ്പ് വഴി ഇത് 200 ആൾക്കാർക്ക് മൂപ്പര് ഇത് അയച്ച സംഭവമൊക്കെ മനസ്സിലായി. അപ്പൊ ചോദിച്ചത് എവിടുന്ന് കിട്ടി? മൂപ്പരും കള്ളത്തരം പറഞ്ഞു, ഞാനല്ല ഉണ്ടാക്കിയത്. പിന്നെ എവിടുന്നാ കിട്ടിയത്? നേരത്തെ റിബേഷ് രാമകൃഷ്ണൻ പറഞ്ഞ മറുപടി തന്നെ പറഞ്ഞു. പക്ഷേ പിണറായി പോലീസ് അല്ലല്ലോ അന്വേഷിച്ചത്. ഇവര് ഫോൺ പിടിച്ചെടുത്തു കഴിഞ്ഞപ്പോ എന്താ സ്ഥിതി? മൂപ്പര് ഇതിന്റെ പഴയ മെമ്മറി മുഴുവനും ഇയാൾ നശിപ്പിച്ചു. എന്ന് പറഞ്ഞാൽ ഈ ഫോണിൽ നിന്നാണ് താൻ ഈ പറയുന്ന കലാപുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള, ഷാഫിയെ വർഗീയവാദിയാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഈ പറയുന്ന സ്ക്രീൻഷോട്ട് നിർമ്മിച്ചത് തന്റെ ഫോണിൽ നിന്നാണ് എന്ന് മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് മൂപ്പര് അത് ഫോർമാറ്റ് ചെയ്ത് കളഞ്ഞു. ഇതിന്റെ പഴയ മെമ്മറി മുഴുവൻ വായിച്ചു കളഞ്ഞു. പക്ഷെ ആ ഫോണ് ഫോറൻസിക് പരിശോധനയിൽ അന്വേഷിച്ചാൽ എന്തൊക്കെ ഫോണിൽ നിന്ന് മായച്ചു കഴിഞ്ഞാലും യഥാർത്ഥത്തിൽ അതിനുള്ളിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഫോണ് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ് ഈ ജിതിൻ ഭാസ്കർ ആണ് ഇത് നിർമ്മിച്ചത് എന്നുള്ള സൂചനയും കിട്ടിക്കഴിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് അത്ര ഇയാൾ ഇത് റിമൂവ് ചെയ്തത്. ഇതിന്റെ അകത്തുള്ള പഴയ മെമ്മറി ഒക്കെ കളഞ്ഞത് പോലീസ് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. മാത്രമല്ല, ഇയാൾ ചോദ്യം ചെയ്തപ്പോൾ ഇയാളാണ് ഇത് ഏറ്റവും ആദ്യം പ്രചരിപ്പിച്ചത്, ഇയാൾ തന്നെയാണ് ഉണ്ടാക്കിയത് എന്ന ഒരു സൂചനയാണ് കിട്ടിയത്. ഏറ്റവും ഈ ഫോണിന്റെ ഫോറൻസിക് റിപ്പോർട്ട് കൂടി കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ എല്ലാവർക്കും അറിയുന്നതാണ് ഇത് നിർമ്മിച്ചത് DYFIക്കാർ തന്നെയാണ്.